നമസ്കാരം. ഇന്നിപ്പോൾ ഡിസംബർ 11 തീയതി. ഈ മാസം 31-നകം എല്ലാ പെൻഷനേഴ്സും അവരുടെ അടിസ്ഥാന വിവരങ്ങൾ ട്രഷറികളിൽ നൽകണമെന്ന് ട്രഷറി ഡയറക്ടറുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കാണ് ഈ കട്ട് ഓഫ് ഡേറ്റ് ഡിസംബർ 31 ആക്കിയിരിക്കുന്നത്. പുതുതായി പെൻഷൻ പറ്റിയവർക്ക് പെൻഷൻ പറ്റിയ തീയതി മുതൽ 6 മാസത്തിനകം ഈ ഡേറ്റാ ഷീറ്റ് നൽകിയാൽ മതിയാകും. ഇതിനുവേണ്ടി ട്രഷറി ഡയറക്ടർ തന്നെ ഒരു ഫോം സപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഫോം നമുക്ക് ഒന്നുകിൽ ട്രഷറിയിൽ നിന്ന് സംഘടിപ്പിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മുടെ പിംസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, പെൻഷനേഴ്സ് ഇൻഫർമേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഈ പെൻഷനുടെ വിവരങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. വളരെ സിമ്പിളായ ഒരു ഫോമാണ്, എങ്കിലും കൃത്യമായി തന്നെ ആ ഫോം പൂരിപ്പിച്ച് നൽകേണ്ടതുള്ളതിനാൽ ഈ വീഡിയോ ഒരു പ്രാവശ്യം ഒന്ന് പൂർണ്ണമായും കണ്ടതിന് ശേഷം പൂരിപ്പിച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഫോമിൽ വെട്ടിത്തിരുത്തലുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ നിർദ്ദേശവും ഈ ഉത്തരവിനൊപ്പം തന്നെ വന്നിട്ടുള്ളതാണ്. അത് വായിച്ച് നോക്കിയാലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ നിർദ്ദേശങ്ങൾ എന്താണെന്ന് ഇവിടെ പ്രത്യേകമായി പറയുന്നില്ല. ഈ ഫോം ഫില്ല് ചെയ്ത് പോകുന്നതിന് കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞു പോകാവുന്നതാണ്. 3 പേജുകളുള്ള ഈ ഫോമിന് 3 ഭാഗങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ ഭാഗം എല്ലാ പെൻഷനേഴ്സും പൂരിപ്പിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഭാഗം ഈ ഫാമിലി പെൻഷൻ വാങ്ങുന്നവർ മാത്രം പൂരിപ്പിച്ചാൽ മതിയാകും. മൂന്നാമത്തത് മറ്റേതെങ്കിലും പെൻഷൻ വാങ്ങുന്നവർ അവർ പൂരിപ്പിക്കേണ്ടതാണ്. ആ മൂന്നാമത്തെ വിഭാഗം ഏതാണെന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. ആ ഫോം ഫില്ല് ചെയ്ത് പോകുന്നതിനിടയ്ക്ക് നമുക്ക് പറയാം. എന്തായാലും ആദ്യത്തെ ഭാഗം എല്ലാവരും തന്നെ പൂരിപ്പിക്കണം. ഫാമിലി പെൻഷൻ വാങ്ങുന്നവരുടെ ആണെങ്കിൽ ഫാമിലി പെൻഷൻ്റെ ആ പോർഷൻ പൂരിപ്പിക്കണം, ആദ്യത്തെ ഭാഗവും പൂരിപ്പിക്കണം. മൂന്നാമത്തെ ആൾക്കാർ, അതായത് മറ്റേതെങ്കിലും പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ ആദ്യത്തെ ഭാഗവും പൂരിപ്പിക്കണം, മൂന്നാമത്തെ ഭാഗവും പൂരിപ്പിക്കണം. ഓക്കെ, ഇനി നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. ഒരു 6 മാസത്തിനകം എടുത്ത നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് നമ്മൾ ഈ ഫോമിൽ പതിപ്പിക്കേണ്ടതാണ്. പിന്നെ ഈ ഫോം പൂരിപ്പിക്കേണ്ട മഷി, അത് നീലയോ കറുപ്പോ മഷി ഉപയോഗിക്കാം. ഇത്രയുമാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ ആ ഫോമിലേക്ക് കടക്കാം. വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് പെൻഷനേഴ്സ് ഡേറ്റ ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിൽ 3 പേജാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ പേജാണിത്. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ് പതിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു 6 മാസത്തിനെടുത്ത ഒരു ഫോട്ടോ ഇവിടെ ഒട്ടിക്കുന്നു. അതിനുശേഷം പറയുന്നു ടു ബി ഫിൽഡ് ബൈ ദ പെൻഷനർ ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. നമ്മൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം. മലയാളത്തിലും നമുക്ക് ഈ ഫോം നമുക്ക് ഫില്ല് ചെയ്യാം എന്നതിൻ്റെ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ പറയുന്നു ഡാറ്റാ ഷീറ്റ് ഇംഗ്ലീഷിലാണെങ്കിൽ വലിയ അക്ഷരത്തിൽ, മലയാളത്തിലോ പൂരിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കവിടെ ഇഷ്ടപ്പെട്ട ലാംഗ്വേജിൽ, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫില്ല് ചെയ്യാം. ഇംഗ്ലീഷ് ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ തന്നെ വേണം. അപ്പോൾ പേര് എൻ്റർ ചെയ്യുന്നു, അത് മലയാളത്തിൽ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഡേറ്റ്, തീയതി, മാസം, അതുപോലെ തന്നെ വർഷം. ഇപ്പോൾ 1/1/1960 ആണ് എന്നുണ്ടെങ്കിൽ 01/01/1960 എന്ന് വേണം എഴുതാനുള്ളത്. ഏജ്, പൂർത്തിയായ വയസ്സ്, 60 ആണെങ്കിൽ 60, 70 ആണെങ്കിൽ 70, അത് നമ്മുടെ ആ വയസ്സ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം 4-മത്തത് ജെൻഡറാണ്, മെയിൽ, ഫീമെയിൽ, അതേഴ്സ്. നമ്മൾ ബന്ധപ്പെട്ട നമ്മുടെ ജെൻഡർ അവിടെ എഴുതുക. അതിനുശേഷമുള്ളത് നമ്മുടെ ആധാർ നമ്പറാണ്. നമ്മുടെ ആധാർ കാർഡിലുള്ള ആ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു. അടുത്ത 6 എന്ന് പറയുന്നത് മെഡിസപ്പ് ID ആണ്. നമുക്ക് മെഡിസപ്പ് ID കാർഡ് ഉണ്ടാവുമല്ലോ, ആ കാർഡിൽ നമ്മുടെ മെഡിസപ്പ് ID നമ്പറുണ്ട്, ആ നമ്പർ എൻ്റർ ചെയ്യുക. 7 പാൻ കാർഡ് നമ്പറാണ്, നമ്മുടെ 10 ഡിജിറ്റുള്ള പാൻ കാർഡ് നമ്പറാണ്. ആ പാൻ കാർഡ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഇത് ഇംഗ്ലീഷ് അക്ഷരങ്ങളും അക്കങ്ങളും ചേർന്ന ആൽഫ ന്യൂമറിക് ആയിട്ടുള്ള പാൻ കാർഡ് നമ്പർ, 10 ഡിജിറ്റുള്ള പാൻ കാർഡ് നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അടുത്ത 8 മൊബൈൽ നമ്പറാണ്. നമുക്ക് സ്വന്തമായി മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് എഴുതുക, ഇല്ലയെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ആരുടെങ്കിലും കോൺടാക്റ്റ് നമ്പർ അതിവിടെ നമ്മൾ എൻ്റർ ചെയ്യുക. ഇനി ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ ലാൻഡ് ഫോൺ നമ്പർ STD കോഡ് സഹിതമാണ് എഴുതേണ്ടത്. പിന്നെ ഉള്ളത് മെയിൽ ID ആണ്. മെയിൽ ID ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ എഴുതണ്ട. അടുത്തത് നാഷണാലിറ്റിയാണ്. നമ്മൾ പൗരത്വം, ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ ടിക്ക് ചെയ്യുക, അതേഴ്സ് ആണെങ്കിൽ അതേഴ്സ് ടിക്ക് ചെയ്യുക. ഇന്ത്യൻ പൗരത്വമാണെങ്കിൽ നിലവിൽ താമസിക്കുന്നത് എവിടെ, ഇന്ത്യൻ പൗരത്വമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ അബ്രോഡാണ് താമസിക്കുന്നുണ്ടെങ്കിൽ അബ്രോഡ് ടിക്ക് ചെയ്യുക, ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ഇന്ത്യ ടിക്ക് ചെയ്യുക. ഇനി അബ്രോഡിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ആ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി കൂടി ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യുക. ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഈ ഫാദേഴ്സ് ID നമ്പർ ഇന്ത്യനുമല്ല ഫോറിൻ സിറ്റിസനും അല്ലെങ്കിൽ പിന്നെ എന്താണ് എന്നുള്ള ഒരു സംശയം നമുക്കുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ കെയർ ചെയ്യുന്നില്ല. നമ്മൾ അടുത്ത് നോക്കുന്നത് വിദേശ പൗരത്വം ഉണ്ടെങ്കിൽ എന്നാണ്. വിദേശ പൗരത്വം ആണെങ്കിൽ നമുക്കിപ്പോൾ ഇന്ത്യൻ തന്നെയാണ്,
ചിലപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പെൻഷനൊക്കെ വാങ്ങിയതിന് ശേഷം സ്റ്റേറ്റ്സിൽ പോയി അല്ലെങ്കിൽ UK പോയി അവിടുത്തെ പൗരത്വം എടുത്തുവെങ്കിൽ അവിടെ അദ്ദേഹത്തിന് ഒരു റെസിഡൻറ്റ് ID ഉണ്ടാകും. അവിടുത്തെ പൗരൻ എന്നുള്ള ഒരു റെസിഡൻറ്റ് ID. ആ റെസിഡൻറ്റ് ID നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യുക. അതിൻ്റെ ഒരു കോപ്പി ഒരു അതോറിറ്റിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചതിന് ശേഷം ഇതിനോടൊപ്പം വയ്ക്കുക. ഇവിടുത്തെ അതോറിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഇന്ത്യൻ എംബസിയാണ്. ഇന്ത്യൻ എംബസിയാണ് ഈ റെസിഡൻറ്റ് ID അറ്റസ്റ്റ് ചെയ്യാനുള്ളത്. അതിൽ ആ നമ്പർ ഉണ്ടായിരിക്കണം. ആ കാർഡിൻ്റെ ഒരു കോപ്പി, അത് അവിടുത്തെ എംബസി അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കോപ്പിയാണ് ഇതിനോടൊപ്പം വെക്കേണ്ടത്. അടുത്തത് 11 ഇത് വളരെ കമ്പൽസറി ആയിട്ട് എല്ലാവരും ഫില്ല് ചെയ്യേണ്ടതാണ്. ഇനി ഏത് രീതിയിലുള്ള 1, 2, 3 രീതിയിലുള്ള പെൻഷനേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇതിൽ 3 രീതിയിലുള്ളവരും ഫില്ല് ചെയ്യേണ്ട ഒരു പോർഷനാണിത് 11. അതിന് തന്നെ 3 ഭാഗങ്ങളുണ്ട്. 11A, B, C എന്നുള്ളത്. അതിൽ നമ്മൾ 11A എടുക്കുകയാണ്. അവിടെ കേരള സർവീസ് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ PPO നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. നമ്മുടെ PPO നമ്പർ നമുക്കറിയാം. പെൻഷനറാണെങ്കിൽ പെൻഷർക്ക് PPO നമ്പർ അവരുടെ കൈവശം ഉണ്ടാകും, ആ PPO നമ്പർ. അടുത്തത് പെൻഷൻ ട്രഷറി വഴിയാണോ ബാങ്ക് വഴിയോ ആണെന്നാണ്. ട്രഷറി വഴിയാണെന്നുണ്ടെങ്കിൽ നെയിം ഓഫ് ട്രഷറിയാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. നെയിം ഓഫ് ട്രഷറി, സബ് ട്രഷറി. അല്ലെങ്കിൽ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ പേര് എഴുതുക. അപ്പോൾ ഇവിടെ നെയിം ഓഫ് ട്രഷറി ഓർ ബാങ്ക് ആണ് ഈ ഒരു ലൈനിൽ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഈ കോളം ഫില്ല് ചെയ്യുമ്പോൾ നെയിം ഓഫ് ട്രഷറി ഓർ ബാങ്ക്, ട്രഷറിയുടെ ആണെങ്കിൽ സബ് ട്രഷറി അല്ലെങ്കിൽ ജില്ലാ ട്രഷറി, ആ ട്രഷറിയുടെ പേരെഴുതുക. ബ്രാഞ്ച്, കടയ്ക്കലാണെങ്കിൽ കടയ്ക്കൽ, അഞ്ചലാണെങ്കിൽ അഞ്ചൽ, കണ്ണൂരാണെങ്കിൽ കണ്ണൂർ, അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാഞ്ച് എഴുതുക. അതിനുശേഷം PTSB ഓർ ബാങ്ക് അക്കൗണ്ട് നമ്പർ. നമുക്ക് ട്രഷറിയിലാണെങ്കിൽ ഒരു പെൻഷനേഴ്സ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും. അപ്പോൾ ആ PTSB നമ്പർ. ഇനി ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ. ഇതിലേതെങ്കിലും ഒന്ന് നമ്മളിവിടെ രേഖപ്പെടുത്തുക. ചിലർക്കൊക്കെ ട്രഷറിയിൽ നിന്ന് നേരിട്ട് ബാങ്ക് വഴി കിട്ടും, ചിലർക്കൊക്കെ PTSBയിൽ തന്നെ ആയിരിക്കും. അവിടെ നിന്ന് ചെക്ക് എഴുതിയോ ഓൺലൈൻ വഴിയോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. എന്തായാലും ശരി, നെയിം ഓഫ് ട്രഷറി ഓർ ബാങ്ക് ഇവിടെ, ബ്രാഞ്ച് ഇവിടെ. ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ പേര്, ട്രഷറി ആണെങ്കിൽ ട്രഷറിയുടെ പേര് ഇവിടെ. അതുപോലെ തന്നെ PTSB അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ. ഇനി ബാങ്ക് ആണെങ്കിൽ അവിടെ IFSC കോഡ് ഉണ്ടാകും. ആ ബാങ്കിൻ്റെ IFSC ഉണ്ട്. അപ്പോൾ IFSC കോഡ് കൂടി ഇവിടെ എൻ്റർ ചെയ്യുക. അടുത്തത് മണി ഓർഡർ പെൻഷൻ ആണെങ്കിൽ ഇപ്പോൾ 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മണി ഓർഡറായിട്ട് സർക്കാർ ചെലവിൽ പണം വീട്ടുപടിക്കൽ എത്തിച്ചു കൊടുക്കും പെൻഷൻ. അപ്പോൾ അതിന് നമ്മൾ മണി ഓർഡറിനെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മണി ഓർഡർ ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസിൻ്റെ പേര്, ഏത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് മണി ഓർഡർ നമുക്ക് കിട്ടുന്നത്, ആ പോസ്റ്റ് ഓഫീസിൻ്റെ പിൻകോഡ് അത് എഴുതുക. ഇനി അതിൻ്റെ B എന്ന് പറയുന്നത് കേരള ഫാമിലി പെൻഷനാണ്. ഇപ്പോൾ ഫാമിലി പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ചിലർക്ക് ഫാമിലി പെൻഷൻ ഉണ്ടാവും, സർവീസ് പെൻഷൻ ഉണ്ടാവും. സ്വന്തം സർവീസ് പെൻഷൻ ഉണ്ടാകും, ഭർത്താവ് മരിച്ചതിൻ്റെ ഒരു ഫാമിലി പെൻഷൻ ഉണ്ടാകും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് സർവീസ് പെൻഷനുണ്ട്, ഫാമിലി പെൻഷനുണ്ട്. അപ്പോൾ ഫാമിലി പെൻഷൻ ആണെങ്കിൽ അതിൻ്റെ PPO നമ്പർ എഴുതുക. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രഷറി വഴിയാണോ ബാങ്ക് വഴിയാണോ എന്ന് എൻ്റർ ചെയ്യുക. ട്രഷറി അല്ലെങ്കിൽ ബാങ്കിൻ്റെ പേരെഴുതുക, അതിൻ്റെ ബ്രാഞ്ച് എഴുതുക. PTSB ആണെങ്കിൽ PTSB അക്കൗണ്ട് നമ്പർ, ബാങ്ക് ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബാങ്കിൻ്റെ IFS കോഡ് കൊടുക്കുക. മണി ഓർഡർ വഴിയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെയിം ഓഫ് പോസ്റ്റ് ഓഫീസ്, ഏത് പോസ്റ്റ് ഓഫീസ് വഴിയാണോ ആ പോസ്റ്റ് ഓഫീസിൻ്റെ പേര് എഴുതുക, പിൻകോഡ് എഴുതുക. സർവീസ് പെൻഷനും കുടുംബ പെൻഷൻ കൈപ്പറ്റുന്നവരാണെങ്കിൽ 2 പെൻഷൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. നോട്ട് തന്നിരിക്കുകയാണ്. ശരിയാണ്, നമ്മൾ ആദ്യം സർവീസ് പെൻഷൻ്റെ കാര്യങ്ങൾ കൊടുത്തു, അതിനുശേഷം ഫാമിലി പെൻഷൻ്റെ കാര്യങ്ങൾ കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലാണ് അത്. 2 പെൻഷനും കൈപ്പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അടുത്തത് എനി അതർ പെൻഷനാണ്. ഇതാണ് ഈ എനി അതർ പെൻഷൻ. അത് നമ്മുടെ നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അത് കേരള സർക്കാർ വിതരണം ചെയ്യുന്ന പെൻഷനുകളിൽ സർവീസ്, ഫാമിലി ഒഴികെയുള്ള എല്ലാ വിഭാഗത്തിലുമുള്ള പെൻഷനുകളുടെ വിവരങ്ങളാണ് 11C പൂരിപ്പിക്കേണ്ടത്. അത് ഏതൊക്കെയാണ്? അതർ പെൻഷൻ, ബോർഡ്, കോർപ്പറേഷൻ, അതോറിറ്റി, സർവകലാശാല തുടങ്ങിയ സ്ഥാപനങ്ങളിലെ പെൻഷൻ അല്ലെങ്കിൽ കുടുംബ പെൻഷൻ. പിന്നുള്ളത് അന്യസംസ്ഥാന പെൻഷനുകൾ, സെൻട്രൽ ഗവൺമെൻറ് പെൻഷൻ, മിലിറ്ററി പെൻഷൻ, ഇവയുടെ തന്നെ കുടുംബ പെൻഷൻ. ഇത് 11C രേഖപ്പെടുത്തണം. അതുപോലെ കേരള PSC, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, ലോകായുക്ത, സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ അംഗങ്ങളായി സർക്കാർ നേരിട്ട് നിയമിച്ച പെൻഷനർമാരുണ്ട്. അവരുടെ വിവരങ്ങളാണ് അവിടെ 11C രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അതർ പെൻഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അവിടെ സർവീസ് പെൻഷൻ ട്രഷറി വഴിയാണോ ബാങ്ക് വഴിയാണോ എന്ന് എൻ്റർ ചെയ്യുക. ആണെങ്കിൽ ബാങ്കിൻ്റെ പേര് അല്ലെങ്കിൽ ട്രഷറിയുടെ പേര്, ബ്രാഞ്ച്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PTSB ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ PTSB അക്കൗണ്ട് നമ്പർ, IFS കോഡ്. മണി ഓർഡർ ആണെങ്കിൽ അവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ പേര്, പിൻകോഡ്. അടുത്തത് പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റിയാണ് 12ാമത്തെ കോളം. നമ്മുടെ പെൻഷൻ അനുവദിക്കുന്ന അതോറിറ്റി. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ അതോറിറ്റിയാണ് പെൻഷൻ അനുവദിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യ വകുപ്പിലാണെന്നുണ്ടെങ്കിൽ DMO ആണ് അതിൻ്റെ പെൻഷൻ അതോറിറ്റി എന്ന് പറയുന്നത്. UP സ്കൂളുകൾക്കൊക്കെ ആണെങ്കിൽ AU ആണ് ഇവിടുത്തെ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി എന്ന് പറയുന്നത്. ഹൈസ്കൂളിനൊക്കെ ആണെങ്കിൽ DD ആണ് ഇവിടുത്തെ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഇങ്ങനെ പെൻഷൻ സാങ്ഷൻ ചെയ്യുന്ന അതോറിറ്റി മാറിക്കൊണ്ടിരിക്കും.
അപ്പോൾ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതുക. ഒരിക്കലും AG എന്ന് എഴുതി വയ്ക്കരുത്. AG ഒരിക്കലും നമുക്ക് പെൻഷൻ സാങ്ഷൻ ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് നമ്മുടെ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി സാങ്ഷൻ ചെയ്ത് അയക്കുന്നത് AG അപ്രൂവ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ട്രഷറി ഓഫീസറും അല്ല നമുക്ക് പെൻഷൻ സാങ്ഷൻ ചെയ്യുന്നത്. ട്രഷറി ഓഫീസർ നമുക്ക് ഈ കിട്ടുന്ന പെൻഷൻ നമുക്ക് വിതരണം ചെയ്യാനുള്ള ഡ്യൂട്ടിയാണ് ട്രഷറി ഓഫീസർക്കുള്ളത്. അതൊരിക്കലും നമ്മുടെ മേൽ ഓഫീസർ അല്ലെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ 12 മനസ്സിലായല്ലോ, പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റിയുടെ പേരാണ്. അടുത്തത് ജീവകാല കുടിശ്ശിക ലഭിക്കുന്നതിനുള്ള നോമിനേഷൻ ട്രഷറിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ LTA ഒക്കെ നോമിനേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ആദ്യം പെൻഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ എല്ലാ നോമിനേഷനും നമ്മൾ പ്രിസത്തിലൂടെ എൻ്റർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് വെദർ LTA നോമിനേഷൻ ഫയൽഡ് യെസ് ആണ്. PTSP നോമിനേഷൻ ഫയലിൻ്റെ നമ്മൾ ട്രഷറിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് യെസ് കൊടുക്കുക. വെദർ എംപ്ലോയിഡ്, നമ്മൾ ഏതെങ്കിലും ജോലി അതിനുശേഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഏതെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിയുടെ വിവരങ്ങൾ നമ്മൾ നോക്കേണ്ടത് നമുക്ക് പെൻ നമ്പർ ഉള്ള ജോലിയാണോ അല്ലെങ്കിൽ ID ഉള്ള ഒരു ജോലിയാണോ ആ നമ്പർ എഴുതുക. ഡെസിഗ്നേഷൻ, നമ്മൾ ഏത് തസ്തികയിലാണ് ജോലി ചെയ്യുന്നത്. നെയിം ഓഫ് ഓഫീസ്, നമ്മൾ ഏത് ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്, അത് നമ്മൾ എൻ്റർ ചെയ്യുക. നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വേറെ എന്തെങ്കിലും ഒരു സ്ഥാപനം നടത്തുകയാണ്, നമ്മുടെ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുകയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് അല്ല. നമ്മൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസാണ്. എന്നാൽ റീഎംപ്ലോയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും അല്ല അവിടെ കൊടുക്കേണ്ടത്. റീഎംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് തൊട്ട് താഴെയാണ് കൊടുക്കേണ്ടത്. റീഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പെൻഷൻ ആയതിനു ശേഷവും നമ്മുടെ സേവനം സർക്കാരിൽ ആ തസ്തികയിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ സർക്കാർ നമ്മളെ ഒന്നുകൂടി നിയമിക്കും. പെൻഷനായി ശരി പൊയ്ക്കോ, പക്ഷേ ഒന്നുകൂടി ഒന്ന് ജോയിൻ ചെയ്തിട്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ റീഎംപ്ലോയ് ചെയ്യുന്നതിനാണെങ്കിൽ വെദർ റീഎംപ്ലോയ്ഡ് എന്നുള്ളത് യെസ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പെൻ നമ്പർ കൊടുക്കുക, ഡെസിഗ്നേഷൻ കൊടുക്കുക, നെയിം ഓഫ് ഓഫീസ് കൊടുക്കുക, ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വ്യത്യാസം മനസ്സിലായല്ലോ. ഇത് റീഎംപ്ലോയ് ചെയ്തതും മറ്റത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഇപ്പോൾ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തെ അഡ്വോക്കായിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നു. അത് DMO ആയിരിക്കും നിയമിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊരു ID ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളതിനെയും നമ്മൾ എന്ത് ചെയ്യാം, ഈ രീതിയിലുള്ള ഒരു നിയമനമായിട്ട് കണക്കാക്കാം. അപ്പോൾ അത് റീഎംപ്ലോയ്മെൻ്റ് അല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഈ 16ഉം 17ഉം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. 16 എന്ന് പറയുന്നത് നമ്മൾ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം സർക്കാരല്ല നിയമിക്കുന്നത്, ഏതെങ്കിലും ഒരു അതോറിറ്റി നമ്മളെ ആ സ്ഥാപനത്തിലേക്ക്, ഇപ്പോൾ ഇത് സർക്കാർ തന്നെ റീഎംപ്ലോയ് ചെയ്യുന്നതാണ് ഈ 17ാമത്തെ കോളം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പെന്ന്, ഡെസിഗ്നേഷൻ അതെല്ലാം എൻ്റർ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. അടുത്തത് പ്രസൻറ്റ് അഡ്രസ്സാണ്. നിലവിൽ നമ്മുടെ മേൽവിലാസം എഴുതുക. നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സ്, നമ്മളിപ്പോൾ താമസിക്കുന്ന വിലാസമാണ്. നമുക്ക് ട്രഷറിയിൽ നിന്ന് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അഡ്രസ്സ് ഉണ്ടാവുമല്ലോ, ആ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിൻ്റെ പിൻകോഡ് കൊടുക്കുക. അതിനുശേഷം പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കുക. നമ്മുടെ സ്ഥിരമായ മേൽവിലാസം, നമ്മുടെ സർവീസ് ബുക്കിലുള്ള ആ മേൽവിലാസം കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക. അതിനുശേഷം സിഗ്നേച്ചർ ഓർ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, സിഗ്നേച്ചർ ആണെങ്കിൽ വെറുതെ ഒപ്പിട്ടങ്ങ് പോയാൽ മതി. എന്നാൽ സിഗ്നേച്ചർ രേഖപ്പെടുത്താൻ കഴിയാത്ത ആൾക്കാർക്ക് തമ്പ് ഇംപ്രഷൻ ആയിരിക്കും, ഇടത് കൈയുടെ തള്ളവിരലിൻ്റെ അടയാളമായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗസറ്റ് ഓഫീസർ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ആ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഓഫീസറുടെ വിവരം തൊട്ട് താഴെ ചേർക്കണം. ഒപ്പ് രേഖപ്പെടുത്താൻ കഴിയാത്ത പെൻഷനറുടെ വിരലടയാളം സാക്ഷ്യപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെ വിശദവിവരങ്ങളാണ്. അദ്ദേഹത്തിന് ഒരു പെൻ നമ്പർ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഗസറ്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിനൊരു പെൻ നമ്പർ ഉണ്ടാകും. അദ്ദേഹത്തിന് പെൻ നമ്പർ സഹിതം എംപ്ലോയി ID ഉണ്ടെങ്കിൽ ആ എംപ്ലോയി ID ആയിരിക്കും, അതുൾപ്പെടെ വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഒരു ഡിക്ലറേഷൻ ഉണ്ട്. എൻ്റെ അറിവിലും വിശ്വാസത്തിലും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യവും ശരിയാണ്. ഇത് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. ഏതെങ്കിലും ഒന്ന് മതി, എല്ലാത്തിനും കൂടെ ഒരു എടുത്ത് ഒപ്പിട്ടാൽ മതി. ഇവിടെയും ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അല്ലെങ്കിൽ സിഗ്നേച്ചറാണ് അവിടെ ചെയ്യേണ്ടത്. ഡേറ്റ്, സ്ഥലം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ബാക്കിയുള്ളത് ഫോർ ട്രഷറി യൂസാണ്, അത് ട്രഷറിക്കാർ ചെയ്തോളും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. മനസ്സിലാക്കുക, ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 31. റീസെൻ്റായിട്ട് പെൻഷൻ പറ്റിയവരാണെങ്കിൽ അവർക്ക് 6 മാസം സമയം കിട്ടും. ഓക്കെ, താങ്ക് യു.